ഡെക്കോഡിൽ വിശദമായി പോകുമ്പോൾ CSR ഫണ്ട് ഉപയോഗിച്ചുള്ള ഓഫർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. പ്രതി അനന്തകൃഷ്ണൻ നടത്തിയത് വലിയ കൊള്ളയാണ് എന്ന വിവരങ്ങളാണ് ഓരോ മണിക്കൂറിലും പുറത്തുവരുന്നത്. 5 അംഗ ട്രസ്റ്റ് രൂപീകരിച്ചാണ് കോടികളുടെ തട്ടിപ്പ് പ്രതി നടത്തിയത്. 8 മാസം കൊണ്ട് 400 കോടി രൂപയാണ് അനന്തുവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയത്. സംസ്ഥാനത്താകെ 2500 NGOകൾ രൂപീകരിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നായി 1000-ലധികം പരാതികൾ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. മുണ്ടക്കൈ ദുരന്തബാധിതരടക്കം പറ്റിക്കപ്പെട്ടവരിൽ ഉണ്ട്. തട്ടിപ്പിനിരയായ ചിലരുടെ വാക്കുകളിലേക്ക് ആദ്യം പോകാം. 500 രൂപ കൊടുത്തിട്ട് അവരെന്ന പേപ്പറായത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 100 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് വണ്ടി കിട്ടുന്നതാണ് പറഞ്ഞത്. അപ്പം നമ്മൾ 100 ദിവസം കഴിഞ്ഞിട്ടും ഇത് നമ്മൾ ചോദിക്കാതെ തുടങ്ങി. ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ നമ്മൾ ചോദിക്കുന്നതിന് അനക്ക് പലതരത്തിൽ ഭീഷണിപ്പെടുന്ന കോളുകൾ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു പദ്ധതിയാണ്, പിന്നെ ചാരിറ്റബിൾ ട്രസ്റ്റാണ് എല്ലാം പറഞ്ഞപ്പോൾ ഇങ്ങനെ കുറച്ച് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് അങ്ങനെയെല്ലാം പറഞ്ഞ് വിശ്വസിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ മെമ്പർഷിപ്പ് എടുക്കാന്ന്. പല ആളുകളും കടം മേടിച്ചിട്ടാണ് ഈ 65,000 രൂപ ഉണ്ടാക്കി കൊടുത്തത്. പക്ഷെ ഇപ്പൊ 5 മാസമായിട്ടും അതിന്റെ ഒരു തീരുമാനമില്ല. വളരെയധികം പ്രയാസത്തിലാണ്. ആ സമയത്ത് തന്ന സഹായങ്ങൾ ഉള്ള ഫണ്ടുകൾ പെട്ടെന്ന് നമുക്ക് ഒരുമിച്ചൊരു 60,000 രൂപ എടുത്ത് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് പകുതി വിലക്കെന്ന് പറയാം. അപ്പൊ 60,000 രൂപയ്ക്കാണ് നമ്മൾ ആക്ടിവേറ്റർ സ്കൂട്ടറിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. വാഹനത്തിനായും ലാപ്ടോപ്പിനായും തയ്യൽ മെഷീനായും ഒക്കെ തന്നെ ഇത്തരത്തിൽ പണം കൊടുത്ത നിരവധി പേരാണ് തട്ടിപ്പിനിരയായത്. വിവിധ ഇടങ്ങളിൽ അത്തരത്തിൽ കേസുകൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനിയും വരും മണിക്കൂറിലും വരും ദിവസങ്ങളിലും ഒക്കെ തന്നെ കൂടുതൽ കേസുകൾ വരാൻ തന്നെയാണ് സാധ്യത. അതോടൊപ്പം തന്നെ ഈ ഓഫർ തട്ടിപ്പ് കേസിൽ അനന്തുവിന്റെ രാഷ്ട്രീയ ബന്ധങ്ങളും ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ്. കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൽസന്റിനെയും പ്രതി ചേർത്തിട്ടുണ്ട്. നിയമോപദേശം നൽകുക എന്ന ബന്ധം മാത്രമാണ് അനന്തുവുമായി ഉള്ളത് എന്നായിരുന്നു ലാലിയുടെ പ്രതികരണം വന്നത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണനായിരുന്നു സൈൻ എന്ന സംഘടനയുടെ പേരിൽ അനന്തു നടത്തിയിരുന്ന പരിപാടികളുടെ പ്രധാന മുഖം. പല പോസ്റ്ററുകളിലടക്കം അനന്തു ഇത്തരത്തിൽ സംഘടിപ്പിച്ച പരിപാടികളിലൊക്കെ തന്നെ രാധാകൃഷ്ണൻ എത്തുകയും ചെയ്തിരുന്നു. അതോടൊപ്പം അനന്തു 25 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന പരാതിയുമായി BJP സംസ്ഥാന സമിതി അംഗം KN ഗീതാകുമാരിയും രംഗത്തെത്തിയിട്ടുണ്ട്. രാധാകൃഷ്ണന് ഈ തട്ടിപ്പിലുള്ള പങ്ക് അന്വേഷിക്കണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ പ്രതികരണങ്ങൾ കേൾക്കാം. എൻ രാധാകൃഷ്ണനെ പോലെ ഇത്ര പരിചയസമ്പന്നനായ ഒരാൾ ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാൻ വലിയ സമയമൊന്നും വേണ്ടിവരില്ല. അവർക്കറിയാം ഇത് എവിടെ നിന്നാണ് CSR ഫണ്ട് കിട്ടുക, എങ്ങനെയാണ് കിട്ടുക എന്ന് അവർക്ക് നന്നായി അറിയാം. പിന്നീടും ഇത് കിട്ടില്ല എന്നറിഞ്ഞിട്ടും അവരിതിൻ്റെ ഭാഗമായി എവിടെ പബ്ലിഷ് ചെയ്യുന്ന ബോർഡുകളിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിലും എല്ലാം എൻ രാധാകൃഷ്ണനെ പോലുള്ള ആളുകളുടെ പടമുണ്ട്. ഞാൻ നിയമോപദേശം കൊടുത്തിട്ടുണ്ട് എന്നത് ശരിയാണ്. വക്കീലെന്നുള്ള നിലയിൽ അനന്തകൃഷ്ണൻ്റെ കമ്പനി ഡീലേഴ്സുമായി സംസാരിച്ചിട്ടുണ്ട്, എഗ്രിമെൻറ്റുകൾ വയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്, എല്ലാം ശരിയാണ്. പെട്ടുപോയതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്ത പൈസ എൻ്റെ ചിട്ടികളെല്ലാം പിടിച്ചിട്ടും എൻ്റെ സ്വർണ്ണമെല്ലാം പണയം വെച്ചും പലരോടായിട്ട് സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ കടം വാങ്ങിച്ചുമൊക്കെയാണ് 25 ലക്ഷം രൂപ ഈ കോട്ടമല എസ്റ്റേറ്റിൽ ഇവന് ജോലി കിട്ടാൻ വേണ്ടി കൊടുക്കുന്നത്. അത്തരത്തിൽ രാഷ്ട്രീയ ബന്ധങ്ങൾ, അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളൊക്കെയായി വലിയ അടുപ്പം സ്ഥാപിച്ച് അത്തരത്തിൽ തട്ടിപ്പ് നടത്തുകയായിരുന്നു അനന്തു എങ്ങനെ തട്ടിപ്പ് ആസൂത്രണം ചെയ്തു, ആളുകളെ എങ്ങനെ ഈ തട്ടിപ്പിന് ഇരയാക്കി എന്നൊക്കെ സമഗ്രമായി കൊച്ചിയിൽ നിന്ന് S ശരൺ വിലയിരുത്തും. അതിലേക്ക് ഓഫർ തട്ടിപ്പിൽ മൂവാറ്റുപുഴയിലെ കേസിന് പിന്നാലെ ഒരു പ്രത്യേക സംഘം രൂപീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. അങ്ങനെ അന്വേഷണം നടത്തിയപ്പോഴാണ് വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു വ്യാപകമായ തട്ടിപ്പാണ് പ്രതി അനന്തകൃഷ്ണന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്നുള്ളതാണ്. അതായത് തട്ടിപ്പിനായി നാഷണൽ NGO പ്രോജക്റ്റ് കൺസൾട്ടിംഗ് ഏജൻസി എന്ന പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നു. ആ ട്രസ്റ്റ് രൂപീകരിച്ചത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ്. ആ ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് അതിൽ 5 അംഗങ്ങളാണ് ഉള്ളത്. അതിൽ പ്രധാനമായും ആക്ടിംഗ് ചെയർപേഴ്സൺ ബീന സെബാസ്റ്റ്യൻ, ട്രസ്റ്റ് അംഗങ്ങളായ ഷീബ സുരേഷ്, ആനന്ദ് കുമാർ, ജയകുമാരൻ നായർ, ഇവർക്ക് ഈ ബാക്കി അംഗങ്ങൾക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം പങ്കുണ്ടെന്ന് കണ്ടെത്താനുള്ള അന്വേഷണവും പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. ഒപ്പം തന്നെ പോലീസ് ഒരു കാര്യം കൂടി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ട്രസ്റ്റ് രൂപീകരിച്ചതും ഒപ്പം തന്നെ ഈ തട്ടിപ്പിന് പിന്നിലെയും മാസ്റ്റർ ബ്രെയിൻ അനന്തകൃഷ്ണൻ തന്നെയാണെന്നുള്ളതും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ട്രസ്റ്റ് രൂപീകരിച്ച 8 മാസത്തിനുള്ളിൽ ഈ പ്രതിയുടെ 3 അക്കൗണ്ടുകളിലായിട്ട് 400 കോടി രൂപയാണ് എത്തിയെന്നുള്ളതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട്
പിന്നീട് പോലീസ് ഇത്തരത്തിലൊരു വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പരിശോധന നടത്തിയപ്പോഴേക്കും ഈ 3 അക്കൗണ്ടുകളിലായിട്ട് 3 കോടി രൂപ മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് ബാക്കി തുകയെല്ലാം തന്നെ ഇയാൾ ആഡംബര ജീവിതത്തിന്റെ ഭാഗമായിട്ട് ചെലവഴിച്ചു എന്നുള്ളത് കൂടിയാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി വരുന്നത് ഈ തട്ടിപ്പിനായി സംസ്ഥാനത്തൊട്ടാകെ തന്നെ 2500 NGOകൾ രൂപീകരിച്ചു എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ഈ അന്വേഷണം അതായത് ഓരോ ദിവസം കഴിയുന്തോറും തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിച്ചു വരുന്നു. പ്രത്യേകിച്ച് 500 കോടിക്ക് മുകളിലാണ് തട്ടിപ്പിന്റെ വ്യാപ്തി എന്നുള്ളൊരു അനുമാനത്തിലേക്ക് കൂടി പോലീസ് എത്തിച്ചേർന്നിരിക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം കൈമാറാനും തീരുമാനിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമ്പോഴായിരിക്കും കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരിക. തീർച്ചയായും ശരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു തട്ടിപ്പിന്റെ വ്യാപ്തി അത്രത്തോളമുണ്ട്. 500 കോടിയിലധികം രൂപ ഒരുപക്ഷെ പല ആളുകളിൽ നിന്നായി ഈ അനന്തു തട്ടിയെടുത്തിട്ടുണ്ട്. അത്തരത്തിൽ വരും ദിവസങ്ങളിലും പരാതികൾ ഉയരും. ഈ ഇരയായ ആളുകളൊക്കെ തന്നെ ഇപ്പോൾ പലയിടങ്ങളിലും പരാതികളുമായി വരുന്നുണ്ട്. അന്വേഷണ സംഘവും അത്തരത്തിൽ തന്നെയാണ് നീങ്ങുന്നത്.